who will be your winners? കോപ്പ അമേരിക്ക അർജന്റീനക്ക് കിട്ടിയേക്കണ ഫിക്സ്ചർ വെച്ച് നോക്കി കഴിഞ്ഞാൽ മറ്റേ നടന്നു പോകാനുള്ള സംഭവമാണ്. എപ്പോഴും ബ്രസീലിന് ഇൻഡിവിജ്വൽ ടാലന്റിന് ഒരു കുറവുണ്ടാവാറില്ല, പക്ഷേ ഒന്നും വലിയ കാര്യമായിട്ട് കാണിക്കാറില്ല. ഇതുവരെ കണ്ട ടൂർണമെന്റില് ബെസ്റ്റ് ടീമായിട്ട് തോന്നിയത് ഏതാ? ബെസ്റ്റ് പ്ലെയർ അതുകൊണ്ട് രണ്ടുകളി ഇറങ്ങിയിട്ടില്ല. Vamonos amigos, welcome to our latest episode of Chit-chat from Excast. പറയാൻ എന്നുള്ള ഒരു സ്ലോനെസ് നിനക്ക് ആരോടാണ് ചോദിക്കണേ എന്നുള്ളൊരു അല്ല സത്യം പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് കണ്ട സമയമാണ്. കാരണം കോപ്പ അമേരിക്ക അർജന്റീനക്ക് കിട്ടിയേക്കണ ഫിക്സ്ചർ വെച്ച് നോക്കി കഴിഞ്ഞാൽ മറ്റേ നടന്നു പോകാനുള്ള സംഭവമാണ്. വെരി വെരി ഈസി. ആകെപ്പാടത് 2-3 ടീം കൊണ്ട് ബാക്കി കുറെ മറ്റേ കണ്ടലിക്ക് കളിക്കണ കുറെ ടീംസിനെ എടുത്തിട്ടും എന്നിട്ട് കോപ്പ അമേരിക്ക എന്ന് പറഞ്ഞ് നടത്തും. അതല്ല, വേറൊരു കാര്യം ശ്രദ്ധിച്ച, യൂറോയുടെ കളിക്ക് ഫിഫയുടെ പ്രസിഡന്റ് ഒന്നില്ല, കോപ്പ അമേരിക്കയുടെ കളിക്ക് ഫിഫയുടെ പ്രസിഡന്റ് പോയി ഫ്രണ്ട് സീറ്റിൽ കാലം വീശി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ല ഫിഫയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്തേ യൂറോട് ഇതിനെ വന്നൂടെ? അല്ല മക്കള് കളിക്കുമ്പോ മക്കളെ കളിയാണല്ലേ അമ്മാമാരും മാമാമാരും പോകുള്ളൂ. നല്ല വിഷമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല ഇപ്പൊ യൂറോ കോപ്പയെ തുടങ്ങിയതല്ലേ, കോപ്പയെ തന്നെ പറയാലോ. കോപ്പയെ തുടങ്ങാം, കഴിഞ്ഞ യൂറോ കോപ്പയെ തുടങ്ങാം. സോ ഹൂ വിൽ ബി യുവർ വിന്നേഴ്സ്? സ്വാഭാവികമായിട്ട് എനിക്ക് ഉത്തരം അറിയാന്നാലും പോലും പറഞ്ഞോ. അർജന്റീന, ഉറുഗ്വേ, ബ്രസീൽ, അർജന്റീന. എപ്പോഴും അർജന്റീനയെ പറയുള്ളൂ. റീസൺ എന്താ? കൊറേ കാര്യങ്ങൾ പറയണം. സിമ്പിൾ ബട്ട് പവർഫുൾ. കഴിഞ്ഞ കോപ്പ ചാമ്പ്യൻസ്, ഇനി എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. അതെ അതെ, കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ അർജന്റീനക്ക് ഫൈനൽ വരാം ഈസി ഫിക്സ്ചേഴ്സ് ആണ് ജയിച്ച് വന്നു കഴിഞ്ഞാൽ. ബട്ട് ഫുട്ബോൾ ഈസ് അൺപ്രഡിക്റ്റബിൾ. ഞാൻ പറഞ്ഞില്ലേ, കോപ്പയാണ് എല്ലാ തവണയും സിമ്പിൾ ആയിട്ട് അർജന്റീന 2 ഫൈനൽ തോറ്റു, 3 ഫൈനൽ തോറ്റു. ബട്ട് എല്ലാ തവണയും സെമി ഒരു ഫൈനൽ സിമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. അതിപ്പോ കോപ്പ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഇടയിൽ ഇനി ബ്രസീൽ വന്നാലൊക്കെയാണ് പ്രശ്നം വരുള്ളൂ. ഇത്തവണത്തെ ബ്രസീൽ ടീം ഭയങ്കര ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇല്ല. കോച്ച് ആണെങ്കിലും സിങ്ക് വന്നിട്ടില്ല, ആ ഒരു ബ്രസീലിയൻ സ്റ്റൈൽ വന്നിട്ടില്ല. നീ ബ്രസീൽ പറയാനുള്ള കാരണം? ഞാൻ ബ്രസീൽ പറയാൻ പ്യൂർലി ടാലന്റ്, ഇൻഡിവിജ്വൽ ടാലന്റിന്റെ ബേസിലാണ് ഞാൻ ബ്രസീൽ പറഞ്ഞത്. പ്ലസ് അവര് എപ്പോഴും ബ്രസീലിന് ഇൻഡിവിജ്വൽ ടാലന്റിന്റെ ഒരു കുറവുണ്ടാവാറില്ല, പക്ഷേ ഒന്നും വലിയ കാര്യമായിട്ട് കാണിക്കാറില്ല. പക്ഷെ ഇപ്രാവശ്യം കാണിക്കും, കപ്പടിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, ബെസ്റ്റ് ടീം ഇൻ ദി വേൾഡ്. അല്ല ഞാൻ ഈ പറയട്ടെ, ഇപ്പൊ ബ്രസീൽ പറഞ്ഞു, നീ അർജന്റീന പറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് ഉറുഗ്വേ പറഞ്ഞെന്ന് അറിയോ? ഈ 2 ടീമിനെ ഈ അടുത്തും കൂടി 2 ടീമിനെ ഉറുഗ്വേ തോപ്പിച്ചുള്ളൂ. 2 ടീമിനെ ഉറുഗ്വേ തോപ്പിച്ചു. ഓക്കെ, പക്ഷേ പഴയ ഉറുഗ്വേയുടെ അത്രയും വലിയ ടീം, പഴയ ഉറുഗ്വേനേക്കാൾ കളക്കൻ ടീമായി ഇപ്പൊ ഉറുഗ്വേ. 2010 ഉറുഗ്വേയിലെ ഞാൻ പറയണേ, സമീപകാലത്ത് വെച്ച് ഡിയാഗോ ഫോർലാൻഡ് കാലത്തിന് ശേഷം ഇപ്പത്തെ ഉറുഗ്വേ സെറ്റ് ടീമാണ്. കോച്ച് അടിപൊളി കോച്ചാ, കോച്ചിന് അർജന്റീനക്കാരനാണ്. പക്ഷെ എന്നാ പോലും കാലക്കം കളിയാണ് പുള്ളിക്കാരന്റെ രീതിയിൽ. മാർക്കോ ബിയസ്ലയുടെ അപ്പോ ടോപ്പ് പ്ലേയേഴ്സ് ഡാർവിൻ ന്യൂനസ്, അറൂഹോ, വാൽവർദെ കളിക്കാരുണ്ട്. സ്വാർസ ടീമിലുണ്ട്, പ്ലേയേഴ്സ് ഉണ്ട്. ഗോളി മുസിയേല, ഗാലറ്റാസ്ട്രയുടെ ഗോളി. പഴയ ഗോളി തന്നെ. പിന്നെ അപ്പൊ പറയാനുണ്ട് ടോപ്പ് 4 ഫിനിഷ് എങ്ങനെയായിരിക്കും കോപ്പ? ടോപ്പ് 4 സെമി ഫൈനൽസ്. ഐ മീൻ അർജന്റീന, മെക്സിക്കോ, ബ്രസീൽ, ഉറുഗ്വേ. അത്രല്ലേ ഉള്ളൂ. അർജന്റീന, ബ്രസീൽ, ഉറുഗ്വേ, കൊളംബിയ. പാബ്ലോ കൊളംബിയ. തിരിച്ചും അർജന്റീന, ബ്രസീൽ, ജമൈക്ക, ചിലി. ചിലി വരൂല്ല അങ്ങനെ? വരാൻ പറ്റുമോ? പിന്നെന്താ? ചിലി, മെക്സിക്കോ.
മെക്സിക്കോ അർജന്റീന, ബ്രസീൽ, ഉറുഗ്വേ, പിന്നെ ഏതെങ്കിലും ഒരു ടീം കൂടി വരും. അത് കണ്ടറിയാം. അത് മെക്സിക്കോ ചിലി. ഏതെങ്കിലും വരും. ടൂർണമെന്റ് പ്ലെയർ ചോദിച്ചാ വൻ ഉത്തരം ഏതാന്നറിയാം. ടോപ്പ് സ്കോറർ ചാഞ്ചാറുണ്ട്. ചിലപ്പോ മെസ്സി അല്ലെങ്കിൽ ലൗതാരോ മാർട്ടിനസ് അല്ലെങ്കിൽ അൽവാരസ്. ഒരാളെ പറ. മെസ്സിനെ പറയാ, എനിക്ക് അൽവാരസ് അടിക്കട്ടെ. ബെസ്റ്റ് പ്ലെയർ മെസ്സി. അത് വിട്ടുകൊടുക്കുക. നമുക്ക് ഗോളിന്റെ ആവശ്യമില്ല, നമുക്ക് ബെസ്റ്റ് പ്ലെയർ ആയാലും. എന്റെ ഇതില് ടോപ്പ് സ്കോറർ ഡാർവിൻ ന്യൂനസ് ആയിരിക്കും. ബെസ്റ്റ് പ്ലെയർ വാൽവെർദെ. അത് കണ്ടെന്നു കാണാം. രണ്ട് ഉറുഗ്വേ. നീ ഉറുഗ്വേ പിടിച്ചത് വാൽവെർദെ ഉള്ളവരാണോ? വാൽവെർദെ ഞങ്ങളുടെ കുട്ടി. ബ്രസീൽ പിടിച്ചില്ല. ബ്രസീൽ പിടിക്കാൻ എന്താണപ്പാ? ബ്രസീലിൽ രണ്ടുപേരുണ്ട്. അല്ല, എനിക്ക് വിനീഷ്യസ് ഉണ്ട്, എൻട്രിക്ക് ഉണ്ട്, റോഡ്രിഗോ ഉണ്ട്, മിലിറ്റാവോ ഉണ്ട്, 4 പേരുണ്ട്. എനിക്ക് വാൽവെർദെനെ കുറച്ചും കൂടി ഇഷ്ടമാണ്. അത് പറ. പിന്നെ ഇതിലേക്ക് ഏറ്റവും ആവശ്യമില്ല. ഞാൻ പറയുകയാണെങ്കിൽ ടോപ്പ് സ്കോറർ വിനീഷ്യസ് എനിക്ക് തോന്നി. ബെസ്റ്റ് പ്ലെയർ പറയുകയാണെങ്കിൽ വിനീഷ്യസ് തന്നെ. ടോപ്പ് സ്കോറർ ആൽവാരസ് ആയിരിക്കും. ബെസ്റ്റ് പ്ലെയർ അൺഡൗട്ടഡ്ലി ലിയണൽ മെസ്സി. ഈ കഴിഞ്ഞ കളിയില് മറ്റേ വൻ ഷോ വരുന്നല്ലോ. പക്ഷെ കഴിഞ്ഞ അസിസ്റ്റും ഉണ്ട്. അങ്ങനെയല്ല, അത് സിമ്പിൾ കളിയാക്കിയാൽ മതി. കൊറേ ഓപ്പൺ പോസിറ്റ് ചാൻസ് കുറെ മിസ്സാക്കി. ചെറിയ ടീമാണല്ലോ, അപ്പൊ ആ രീതിയിൽ കളിച്ചോളൂ. കാനഡ ആയിട്ടായിരുന്നില്ലേ? കാനഡയായിട്ട് എന്തോ കാനഡയുടെ കളിയുടെ വിറ്റ് പറഞ്ഞാലുണ്ടല്ലോ, ഹാഫ് ടൈം 20 മിനിറ്റ് വൈകിയാണ്. അപ്പൊ കാനഡയുടെ കോച്ച് പറഞ്ഞ ഇത് ഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ പറഞ്ഞാൽ അതിനുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം. കാരണം അവർക്ക് അത്രയും ടൈം കിട്ടി പ്രിപ്പയർ ആവാനായിട്ട് സെക്കൻഡ് ഹാഫിന്. പക്ഷെ കാനഡയ്ക്ക് കിട്ടിയില്ല. അപ്പൊ കാനഡയുടെ കോച്ച് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടൈം കിട്ടിയാൽ അവരതനുസരിച്ച് പ്രിപ്പയർ ആയതിന്. എന്തുകൊണ്ട് അർജന്റീനക്ക് ആ ഒരു മുൻകരുതലും ആ ഒരു ഇത് കൊടുക്കണം, പരിഗണന കൊടുക്കണം. Why is always Argentina on FIFA's hand? Why does everyone support Argentina? Why does the referees always accompany Argentina? Favor Argentina. അല്ലെങ്കിൽ എപ്പോഴും ജയിക്കാൻ കാരണമില്ലെങ്കിലും പറയാനും കാരണമുണ്ടോ? തോറ്റു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല, ജയിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാവും. ഇതിപ്പോ അർജന്റീന അല്ല, പോർച്ചുഗൽ ജയിച്ചാലും ബ്രസീൽ ജയിച്ചാലും ഇങ്ങനെ എല്ലാരും ഓപ്പോസിറ്റ് സപ്പോർട്ട് ചെയ്യണ ഇതല്ലേ പറയുള്ളൂ. സംഭവിക്കണില്ല. അത് വേറെ കാര്യം. കാരണം ഞങ്ങൾ ബെസ്റ്റ് ടീമാണ്, ഞങ്ങൾ ജയിക്കാറുള്ളൂ, ടീം ജയിക്കുന്നില്ല. അതെ അതെ. കോപ്പ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്കപ്പൊ ഇനി യൂറോയിലോട്ട് പോയാലോ? നമുക്കപ്പോ യൂറോയില് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കേസ് ആര് കപ്പടിക്കും, ആര് ബെസ്റ്റ് പ്ലെയർ ആയിരിക്കും, ആര് എന്താവുന്നുള്ളത്. നിന്റെ ഇതില് ആര് കപ്പടിക്കും? കപ്പടിക്കാൻ നല്ലോണം കളിക്കുന്ന ഇപ്പൊ ജർമ്മനി ഉണ്ട്, സ്പെയിൻ ഉണ്ട്. അങ്ങനെ നല്ലോണം കളിക്കണം നോക്കിട്ട് പറയാൻ നിൽക്കണം. നിന്റെ ഇതിൽ ആര് കപ്പടിക്കും? കപ്പടിക്കാൻ ഇപ്പൊ കപ്പടിക്കാൻ ആഗ്രഹം ക്രിസ്ത്യാനോ അടിച്ചോട്ടെ എന്ന് വിചാരിച്ചിരിക്കണേ. എന്റെ പോർച്ചുഗൽ ജീവിതം ഇല്ലടാ, പാവൻ ചക്കൻ 39 വയസ്സായി. കളിക്കട്ടെ, അവൻ കളിച്ച് കപ്പടിക്കട്ടെ. നമ്മളങ്ങനെ അവനായിട്ട് വലിയ എതിരാളികളല്ല. നമ്പർ 2 ഞങ്ങൾ എപ്പോഴും വിട്ടുകൊടുത്ത ആളാണ്. അപ്പൊ ഇരിക്കട്ടെ, ഒരു കപ്പിരിക്കട്ടെ. ചിലപ്പോ ലാസ്റ്റ് കളിയായിരിക്കാം നാഷണൽ ടീമിന് വേണ്ടി. അല്ല, ലാസ്റ്റ് കളി ആയിരിക്കാം. In front of your eyes, you may see him as number 2, number 1, number 3, but for us, he will forever remain the undefeated God, and he has still not retired, and he will do magic in the ground. ഞാനത് മലയാളത്തിൽ പറഞ്ഞ കപ്പടിക്കുന്നു, നീ ഇപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞാല് പക്ഷെ എന്റെ ഇതനുസരിച്ചിട്ടേ നല്ല ടീമാണ് പോർച്ചുഗൽ. അത്യാവശ്യം കോർഡിനേഷനിൽ കളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോർഡിനേഷനിൽ കളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തുർക്കിയായിട്ടുള്ള കളിയില് ക്യാൻസൽ ഒരു ബോൾ ഇട്ട് കൊടുത്ത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ക്രിസ്ത്യാനോ അതേ കൂടി പോണ് ത്രൂ പാസ് അല്ലെങ്കിൽ കൺവേർട്ടഡ് പാസ് ഉണ്ടതിന് പകരം അങ്ങോട്ടൊരു പാസ് ഇട്ടിട്ട് കൈപൊട്ടി കാണിച്ചേക്കണ്. എന്താണെന്ന് എന്ത് എടുക്കാൻ പാടില്ലായിരുന്നു. അല്ല, ബ്രൂണോ ഫെർണാണ്ടസിന് അതേപോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ട് ക്രിസ്ത്യാനോ ഒരു ക്രോസ്ഡ് ആയിരുന്നു. അത് ബ്രൂണോ ഒറ്റക്ക് സെൽഫായിട്ട് അടിക്കാൻ നോക്കി. അതേസമയം ക്രിസ്ത്യാനോ അത് കൊടുത്ത് ക്രിസ്ത്യാനോ ഇതേപോലെ ചെയ്തെങ്കിൽ എന്തൊക്കെയായിരിക്കും? ക്രിസ്ത്യാനോ എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല?
ക്രിസ്ത്യാനോ അവിടെ ടീമിന് മുൻഗണന കൊടുത്ത് ടീം തമ്മിൽ ഒരു കോർഡിനേഷൻ വരുത്തണമെന്ന് ക്രിസ്ത്യാനോ അവിടെ ക്രിസ്ത്യാനോനെക്കാളും ഞാൻ കേസോട്ടെ ഈ ബ്രൂണോ ക്യാൻസൽ വന്നേക്കുന്ന മുമ്പ് പോർച്ചുഗൽ ഒരു കളി ഉണ്ടായിരുന്നു പാസ് ദ ബോൾ ടു റൊണാൾഡോ. തിരിച്ചില്ലല്ലോ അത്. ഇല്ല തിരിച്ചില്ല. ബട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. തിരിച്ചില്ല റൊണാൾഡോ ഓപ്പൺ പോസ്റ്റ് ഇടും തിരിച്ച് പാസ് കൊടുക്കണ്ട പ്ലേയേഴ്സിന്. ഉണ്ടായില്ല. അതിപ്പോ എന്താ പറയാ കുറ്റം എന്നല്ല കർമ്മ പോലെ തിരിച്ചും കിട്ടുന്നതായിരിക്കാം ചിലപ്പോ. അതിനെ പറയാം അങ്ങനെ അങ്ങനെ പറയാനായിരിക്കും പറ്റില്ല. ഞാനിവിടെ പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനോന് മനസ്സിലായി പുള്ളിക്കാരൻ എന്തായാലും ആ ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് പുള്ളിക്കാരന്റെ ഇൻഡിവിജ്വൽ അവാർഡ്സിനേക്കാളും കൂടുതൽ ഇപ്പൊ മുഖ്യം പോർച്ചുഗലിനെ കൊണ്ട് ട്രോഫി അടിപ്പിക്കുക. പോർച്ചുഗലിനെ എങ്ങനെ ട്രോഫി അടിക്കാം പറഞ്ഞ ഫ്ലോകൾ എങ്ങനെയാണ് അവസരം തരാം. ഞാനിപ്പോ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനോ ഇത്തവണത്തെ യൂറോയില് ഇൻഡിവിജ്വൽ അവാർഡ്സിനേക്കാളും കൂടുതലും ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ഗ്ലോറിനേക്കാളും കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് പുള്ളിക്കാരൻ ടീമിന് വേണ്ടി ആയിരിക്കും ഫോക്കസ് ചെയ്യണം. പുള്ളിക്കാരൻ്റെ ഇതിൽ പോർച്ചുഗലിനെ കൊണ്ട് എങ്ങനെയെങ്കിലും യൂറോ കപ്പ് ഒന്നും കൂടി അടുപ്പിക്കുക. ആ ഒരു നേട്ടം അതിനറിയുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ അറിയാം ഡ്രസ്സിംഗ് റൂമിലെ കോൺഫ്ലിക്ട്സ്. ബ്രൂണോനെ മെയിൻ കളിക്കണം, ജാക്കൻസിലോ എതിരാണ്, സെൽഫിഷ് ആണ്. അപ്പൊ ടീമിനെ എങ്ങനെ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്തു. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞ അർജന്റീനയിൽ മെസ്സി ആ ഒരു ഫാമിലി ആയിട്ട് അർജന്റീന സ്ക്വാഡിനെ കൊണ്ടുപോകുന്നുണ്ട്. മെസ്സി അല്ലെങ്കിലും വേറെ പ്ലേയേഴ്സ് കൊണ്ടുണ്ട്. പക്ഷെ പോർച്ചുഗൽ അതല്ല അവസ്ഥ. ഓരോരുത്തർക്കും അവരുടേതായ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ കളിയിൽ ക്രിസ്ത്യാനോ ചെയ്തെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു മധുരം തൊട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ബ്രൂണോനെ പാസ് കൊടുത്ത് ക്രിസ്ത്യാനോയുടെ സ്വഭാവം വെച്ച് ക്രിസ്ത്യാനോ ഒരിക്കൽ പോലും അത് പാസ് ഇടേണ്ട ആളല്ല. ക്രിസ്ത്യാനോയും ഗോൾ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതാവുള്ളൂ. 6 ടൂർണമെന്റിൽ എന്താ പറയുക ക്രിസ്ത്യാനോ ഇപ്പോഴും റെക്കോർഡ് എന്താണെന്ന് അറിയോ? മോസ്റ്റ് യൂറോസ് 6 യൂറോയിൽ ഇറങ്ങിയിട്ടുണ്ട്. മോസ്റ്റ് ഗോൾസിന് യൂറോ, മോസ്റ്റ് അസിസ്റ്റിന് യൂറോ എന്ന് പറഞ്ഞപ്പോ മിസ്റ്റർ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന പോലെ മിസ്റ്റർ യൂറോ ആ ഒരു ടാഗ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അല്ല 6 ജിറോഡിന് 5 ഉള്ളൂ. ക്രിസ്ത്യാനോ 6 യൂറോ കളിക്കുന്ന ആദ്യത്തെ പ്ലെയർ ആണ്. പിന്നെ മോസ്റ്റ് ഓൾഡസ്റ്റ് പേഴ്സൺ ടു എവർ ഗിവൻ അസിസ്റ്റ് പെപ്പയുടെ അതേപോലെ തന്നെ 41 വയസ്സിൽ എന്താ സോളിഡ് കളി. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഇപ്പോ നമുക്ക് കഴിഞ്ഞ 2 ഷോട്ട്സും ക്രിസ്ത്യാനോ ഇട്ട് കഴിഞ്ഞപ്പോ ആൾക്കാർ ചോദിക്കുന്നുണ്ടായി ഇതെന്താ എപ്പോഴും റൊണാൾഡോ എന്ന്. അതുകൊണ്ട് റൊണാൾഡോവും പോർച്ചുഗലും നമുക്ക് അവസാനം പറയാം ഗ്രൂപ്പ് സ്റ്റേജിലോട്ട് വരാം. നിനക്ക് ഈ സീസണിൽ ഇതുവരെ കണ്ട ടൂർണമെന്റില് ബെസ്റ്റ് ടീമായിട്ട് തോന്നിയത് ഏതാ? യൂറോയില് ജർമ്മനി. ഞാൻ ജർമ്മനി സ്പെയിനിൽ ഏതെങ്കിലും പറഞ്ഞാൽ പറയുള്ളൂ. ജർമ്മനി സ്പെയിൻ. അപ്പോ സ്വാഭാവികമായിട്ടും കളി കണ്ട എല്ലാവർക്കും മനസ്സിലാക്കുന്നത് ഈ 2 ടീം തന്നെയാണ്. ഞാൻ ഫ്രാൻസ് അടിക്കുമെന്നാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. പക്ഷെ ഫ്രാൻസിന്റെ കളി കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. കുഴപ്പമില്ലാത്ത കളിയാണ്. പക്ഷെ ഫ്രാൻസിന്റെ ആ ഒരു നിനക്ക് ഫ്രാൻസ് പോലെ തന്നെ അണ്ടർവെല്ലിംഗ് ആയിട്ട് തോന്നിയ വേറെ ടീം ഏതാ? ഇംഗ്ലണ്ട്. ഞാൻ കഴിഞ്ഞ പറഞ്ഞ കോൾ പാമർ ബെസ്റ്റ് പ്ലെയർ അതുകൊണ്ട് 2 കളി ഇറങ്ങിയിട്ടില്ല. അല്ല അതെനിക്ക് ഉറപ്പായിരുന്നു കോൾ പാമറിനെ ഇറക്കൂലെന്ന്. ബെഞ്ചിലായിരിക്കും എനിക്ക് ഉറപ്പായിരുന്നു. കാരണം സൗത്ത് ഗേറ്റിന്റെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ അയാൾ ചെയ്യുള്ളൂ. പുള്ളിക്കാരൻ പറഞ്ഞ കാരണം കണ്ടാ എന്തുകൊണ്ട് ഇംഗ്ലണ്ട് ഇങ്ങനെ കളിച്ചില്ലാന്ന് പറഞ്ഞപ്പോ കാൽവിൻ ഫിലിപ്സിന്റെ റോള് വേറെ ആർക്കും കളിക്കാൻ പറ്റൂല ഇംഗ്ലണ്ടില്. അത്രയും സ്കോഡ് ഡെപ്ത് ഉള്ള ടീമാണ്. എന്നിട്ടാണ് പറയുന്നത് കാൽവിൻ ഫിലിപ്സിന്റെ ആ റോള് വേറെ ആർക്കും കളിക്കാൻ പറ്റൂലെന്ന്. ഒരു നല്ല കോച്ചിന്റെ കഴിവ് എന്തോന്നാ ഇല്ലാത്ത പൊസിഷനിൽ ഒരാളിട്ട് ആ പൊസിഷനിലോട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കലല്ലേ ആൻസലോട്ടി എന്താ ചെയ്തേ? ഈ പറഞ്ഞ പോലെ ഒരു ഫോർവേഡ് ഇല്ലാണ്ട് പോലും ബെല്ലിംഗ്ഹാമിൽ ഒരു ഫോൾ സ്ട്രൈൻ ആക്കി ആ സീസൺ ഫുൾ കളിച്ച്. കാൽവിൻ ഫിലിപ്സ് എന്ന് പറഞ്ഞ ചെറിയ മിഡ്ഫീൽഡറിന് പകരം അവിടെ കോബി മൈനുണ്ട്. ഇപ്പോൾ ട്രെന്റ് അലക്സാണ്ടർ-ആർനോൾഡിനെ CDM കളിപ്പിക്കുന്നുണ്ട്. ഡിക്ലാൻ റൈസ് ഉണ്ട്. ഇത്രയും കളിക്കാറുണ്ട്. എന്തുകൊണ്ട് സൗത്ത് ഗേറ്റിന് ഇത് ചെയ്യാൻ പറ്റണില്ല? അല്ലെങ്കിൽ ബെല്ലിംഗ്ഹാമിനെ പിടിച്ച പൊസിഷനിൽ ഇട്ടാ പോലെ, എന്നിട്ട് ഫോർഡിനെ IMF ഇട്ടാ പോലെ. ഇതൊന്നും ചെയ്യണില്ല. അപ്പൊ സൗത്ത് ഗേറ്റ് അത് തികച്ചൊരു കോച്ചിങ് എററാണ്. പറയാനുള്ളൊരു കാരണം അത്രേ ഉള്ളൂ. പക്ഷെ ആരും വിചാരിച്ചില്ല ജർമ്മനി ഇങ്ങനെ കളിക്കുമെന്ന്. കളി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കളി 99% പാസ് ആക്യുറസി. രണ്ടാമത്തെ കളി എത്ര 100%. അതല്ല ഇപ്പോ എന്താ പറയാ ആൾക്കാർക്ക് വേണ്ടി സ്വന്തം ഇഷ്ടത്തിൽ കൊടുക്കാൻ പോയിട്ടുണ്ടല്ലോ. ആ വോട്ട് ക്രൂസിനല്ലേ പോവുള്ളൂ. എന്താ സംശയം? ആൻസിലോട്ട് പറഞ്ഞല്ല എപ്പോഴെങ്കിലും മനസ്സ് മാറിയാ ഒരു ഫോം കോൾ ചെയ്യാം.
യൂറോ കഴിയുമ്പോഴും യൂറോന്ന് വിരമിക്കൂലേ? ലാസ്റ്റ് ടൂർണമെന്റ് ലാസ്റ്റ് ഗെയിംസ് ആണ് കണ്ടോണ്ടിരിക്കണത് ഈ ക്രൂസിന്റെ. അപ്പോ ഗ്രൂപ്പ് 1 എടുത്തു കഴിഞ്ഞാൽ ജർമ്മനി ക്വാളിഫൈഡ് ആയി. ആര് ക്വാളിഫൈ എടുത്തു? സ്വിറ്റ്സർലാൻഡിനാ ചാൻസ്. സ്വിറ്റ്സർലാൻഡിന് ചാൻസ് 4 പോയിന്റ് ഉണ്ട്. അപ്പൊ സ്വിറ്റ്സർലാൻഡ് തന്നെ ഒഫീഷ്യലി ക്വാളിഫൈഡ് ആവും. സ്വിറ്റ്സർലാൻഡിന്റെ കേസ് പറഞ്ഞപ്പോഴാ ഷക്കീരി ഇല്ലേ, ഷക്കീരി ആദ്യത്തെ ഒരു റെക്കോർഡ് ഇട്ട് 4 വേൾഡ് കപ്പിലും 4 യൂറോയിലും ആദ്യമായിട്ട് ഗോൾ ഇടണം അല്ലെങ്കിൽ അസിസ്റ്റ് ഇടണ ഒരു വ്യക്തിയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്ന വേൾഡ് കപ്പിലും യൂറോയിലും 4 ഇടത്തിലായിട്ട് ആദ്യത്തെ ഒരു വ്യക്തിയായിട്ട്. അപ്പൊ ഗ്രൂപ്പ് എ ജർമ്മനി സ്വിറ്റ്സർലാൻഡ് എല്ലാവർക്കും പിന്നുള്ളത് ഇറ്റലി, അൽബേനിയ, ക്രൊയേഷ്യ. ക്രൊയേഷ്യ ഇറ്റലിയാണ്. ക്രൊയേഷ്യക്ക് പോയിന്റ് ഒന്നും ഇല്ല നിലവില്. അല്ല പക്ഷേ ഡൂർഡേയാണ് ഇറ്റലിക്ക് ഡൂർഡേയാണ്. പക്ഷെ സ്പെയിനായിട്ടുള്ള കളി ഇറ്റലി നന്നായിട്ട് കളിച്ചിട്ടാ. പിടിച്ചു നിർത്താൻ നോക്കി. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനത്തെ അടിപൊളിയായിട്ട് കളിക്കും. നല്ല കളി. അപ്പൊ പിള്ളേര് പക്ഷെ കലക്കനായിട്ട് കളിക്കണ്ട. ഒരു സെന്റർ ഫോർവേഡും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. അതെ, സ്ട്രൈക്കറിന് ഒരു അഭാവം ഉണ്ട്. മൊറാട്ട ക്യാപ്റ്റൻ കിട്ടിയാ ഇറ്റലിക്കാ? ഇല്ല ഇത്രയായിട്ടുള്ള കളി കിട്ടിയില്ല. സ്പെയിന് ശരിക്കും ലുക്കാക്കുനെ മിസ് ചെയ്യുന്നുണ്ട്. സ്പെയിനിൽ ലുക്കാക്കു അല്ല മറാഠാനേക്കാളും ലുക്കാക്കു ഗ്രൂപ്പ് എത്തണ്ടേ. അല്ല അപ്പൊ ഗ്രൂപ്പ് ഇന്ന് ആര് ക്വാളിഫൈ ചെയ്യാന്ന് നീ പറയണ? ഇറ്റലി, സ്പെയിൻ, ഇറ്റലി. നീയാ? സ്പെയിൻ ഇറ്റലി തന്നെയാണ്. നീയാ? സ്പെയിനും ഇറ്റലിയും തന്നെയാണ് ചാൻസ്. ഇറ്റലി പുറത്താവും, ക്രൊയേഷ്യ കയറും. നോക്കിയോ? അല്ല ഒരു ഒപ്പീനിയൻ പറയാ. കാരണം നമുക്ക് എല്ലാവർക്കും കോമൺ കേസ് ഇപ്പൊ കണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കളിച്ചേക്കണ ജർമ്മനി സ്പെയിനാ, ഏറ്റവും അലമ്പായിട്ട് കളിച്ചേക്കണ ഫ്രാൻസും ഇംഗ്ലണ്ടാ. അലമ്പായിട്ടൊന്നല്ല, ലെവലോട്ട് എത്തിയിട്ടില്ല. കൊറേ ഗ്രീസ്മാൻ ട്രോൾ ഒന്ന് റിട്ടയർ ചെയ്യാൻ സമയം എത്ര ചാൻസ് കിട്ടി. അത് റാബിയോട്ടിന് ഒരു ഷോട്ടൊക്കെ സിമ്പിൾ ആയിട്ട് ഗ്രൗണ്ടിൽ കിടന്ന് എന്തോ ആ കളി ഉണ്ടല്ലോ. ആ കളി എനിക്ക് മനസ്സിലായി എംബാപ്പയുടെ മിസ്സിങ്. എംബാപ്പ ഉണ്ടെങ്കിൽ ആ കളി ഫ്രാൻസ് ജയിച്ചേനെ. പിന്നെ എങ്കാലോ ക്യാൻഡ് ഒന്നും എല്ലാരും വിചാരിച്ച് ആ ഒരു ലെവല് കുറഞ്ഞിട്ടുണ്ടാവും, ക്യാൻഡിയുടെ ആ ഒരു ഇതെല്ലാം പോയിട്ടുണ്ടാവും. പക്ഷെ ഇത് ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് പെർഫോമർ എപ്പോഴും ക്ലാസ് പെർഫോമർ ആയിട്ടുണ്ടെങ്കിൽ തെളിവാണ് എങ്കാലോ ക്യാൻഡ് കാണിച്ച് പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു ടോപ്പ് CDM ആയിട്ട്. ഒന്നും പറയാനില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ്. ദേശംസ് എടുത്ത ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു തിരിച്ചെടുക്കാന്നുള്ളത്. അടിപൊളി, ഒന്നും പറയാനില്ല. എല്ലായിടത്തും ഉണ്ടായിരുന്നു. നമ്മ ഗ്രൂപ്പ് ബി ആ പറഞ്ഞ. ഇപ്പൊ സ്പെയിൻ ഇറ്റലിയും പറഞ്ഞു, സ്പെയിനും ക്രൊയേഷ്യയും പറഞ്ഞു. ഗ്രൂപ്പ് സിയിലോട്ട് പോവാ. ഗ്രൂപ്പ് സിയില് ആരുമില്ല ഇംഗ്ലണ്ട്, ഡെൻമാർക്ക്, സ്ലോവേനിയ, സെർബിയ. ഇതിന്റെ അകത്ത് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല അണ്ടാർ കോഴ്സസ് ആവുന്ന പറഞ്ഞ ടീം സെർബിയാണ്. സെർബിയ ഈ പറഞ്ഞ പോയി കിടക്കണം. ഡെൻമാർക്കിന് അടുത്ത കളി ആരേട്ടാ? ഡെൻമാർക്കിന് അടുത്ത കളി സ്ലോവേനിയ ആയിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ഡെൻമാർക്ക് കയറാനാ ചാൻസ് അല്ലേ? ഇംഗ്ലണ്ടും ഡെൻമാർക്കും കയറാനായിരിക്കും ചാൻസ്. പക്ഷെ ഇംഗ്ലണ്ട് വേറെ ഒരു ഗ്രൂപ്പിലായിരുന്നെങ്കിൽ ഡെൻമാർക്കും സെർബിയ കയറാൻ ചാൻസ് ഇല്ല. അല്ല, ഇംഗ്ലണ്ട് ഒരു പ്രീ ക്വാർട്ടർ വരെ കഷ്ടിച്ച് ചിലപ്പോ എത്തുമായിരിക്കും ഈ കളി വെച്ച് പോണെങ്കിൽ. അല്ല, അവന്മാർക്ക് പ്ലേയേഴ്സ് ഉണ്ട്. അവർ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും പ്ലേയേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇംഗ്ലണ്ട് ശരിക്കും മിസ് ചെയ്യണത് ഈ സമയത്ത് അറിയുന്നറിയോ? ഹരിക്കെയിൻ ഉണ്ടല്ലോ. ഹാരി മഗ്വയർ ഇന്റർനാഷണൽ കളിക്കുമ്പോ ഇപ്പൊ എന്തോ ഗ്രൂപ്പ് സി എന്നുള്ള പ്രഡിക്ഷൻസ് പറ. ഗ്രൂപ്പ് സി ഇംഗ്ലണ്ട് മാത്രമേ ഉള്ളൂ. അതിൽ മെയിനായിട്ട് ഇംഗ്ലണ്ട് ഒരു എതിരായിട്ട് കളിക്കാനുള്ള ടീമില്ല. ഡെൻമാർക്ക് ഡെൻമാർക്കും ക്വാളിഫൈ ആവും ഗ്രൂപ്പിൽ നിന്ന്. അതന്നെ, അതിൽ വേറെ ഒരു തർക്കമില്ല. വേറൊരു ഇംഗ്ലണ്ടിന് ഈസി ഗ്രൂപ്പാണ് കിട്ടിയത്. അതെ, ഗ്രൂപ്പ് ഡി കുറച്ച് ടൈറ്റ് ഉണ്ട്. ഗ്രൂപ്പ് ഡി ടൈറ്റ് ഉണ്ടെന്ന് വെച്ചാലില്ല. കാരണം ഓസ്ട്രിയ ഇതിനകത്തുള്ള ഏറ്റവും വലിയ കോമൺ ബെസ്റ്റ് ഫ്രാൻസിനുള്ള ഭാഗ്യം എന്താണെന്നറിയോ? ഫ്രാൻസിന്റെ ലാസ്റ്റത്തെ കളി പോളണ്ട് ആയിട്ടാണ്. പോളണ്ട് ഓൾറെഡി പുറത്തായി. ഫ്രാൻസിന് വലിയ പ്രഷർ ഇല്ല. പക്ഷെ നെതർലാൻഡിനും ഓസ്ട്രേലിയക്കും ഈ പറഞ്ഞ പോലെ ഡൂർ ഡേ ആണ്. നെതർലാൻഡിന് ഡ്രോ മതി, പക്ഷെ ഓസ്ട്രേലിയക്ക് ജയിച്ചേ പറ്റൂ. പക്ഷെ ഓസ്ട്രേലിയ ഫ്രാൻസ് ആയിട്ടുള്ള കളിച്ച കളി എന്ന് പറഞ്ഞാൽ
അടിപൊളി കളിയായിരുന്നു. ഫ്രാൻസ് മുക്കിയ ജയിച്ച് 1-0 ജയിച്ച്. അതേപോലെ തന്നെ നെതർലാൻഡ് ഇത്ര വലിയ അറ്റാക്കിംഗ് ടീം അല്ല, ഡിഫെൻസീവ് ആണ്. രണ്ടും ഡിഫെൻസീവ്. അതുകൊണ്ട് തന്നെ ആ കളി ഞാൻ പറയണ ഒരു സർപ്രൈസ് എലിമെന്റ് ആയിട്ട് ഫ്രാൻസ് ഓസ്ട്രേലിയൻ ക്വാളിഫൈ. ഞാൻ പറയുന്നു നെതർലാൻഡ് ഫ്രാൻസിനെ കയറുമെന്ന് പറയുന്നത്. പറയണെങ്കിൽ നെതർലാൻഡും ഓസ്ട്രിയയും. ഫ്രാൻസ് പുറത്താവുന്നാണ് പറയണത്. ഈ കപ്പടിക്കുന്ന പറഞ്ഞ ടീം പുറത്താവും. പക്ഷേ ഇതിനകത്തുള്ള വിറ്റ് എന്താണെന്നറിയോ, ഈ നെതർലാൻഡും ഫ്രാൻസും തന്നെ ടീമായിരിക്കും പോർച്ചുഗലിന് ഗ്രൂപ്പിൽ നിന്ന് പോർച്ചുഗലിന് കിട്ടാൻ പോണ എന്ന് പറഞ്ഞപ്പോ ഫ്രാൻസ് വല്ല സെക്കൻഡ് വന്നാൽ ചിലപ്പോ ഫ്രാൻസും പോർച്ചുഗലും കളി വരും. അപ്പൊ കളി മാറും ചിലപ്പോ. പണി അപ്പൊ ചിലപ്പോ ഫ്രാൻസിന്റെ കളി എടുക്കാൻ തുടങ്ങും. ഇവൻ ഫ്രാൻസ് വരൂലെന്ന് പറഞ്ഞ ഇവൻ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്താവുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ യൂറോ പറഞ്ഞ പോളണ്ടിലെ ലെവൻഡോസ്കിയാണ്. അത് മിക്കവാറും നടക്കും. അല്ല ഒഫീഷ്യലി ഫസ്റ്റ് പുറത്തായ ടീം പോളണ്ടാണ് ടൂർണമെന്റ് പോയി. പിന്നെ രണ്ടാമത്തെ കോച്ചാരാന്നറിയോ, ഫെർണാണ്ടോ സാന്റോസ്, പോർച്ചുഗലിന്റെ പഴയ കോച്ച്. ഗ്രൂപ്പ് ഇയിലോട്ട് പോയാലോ സൂപ്പർ. ഗ്രൂപ്പ് ഇ ഭയങ്കര ഗ്രൂപ്പ് ശരിക്കും ആര് നോക്കുന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഗ്രൂപ്പ് ശരിക്കും എല്ലാവർക്കും 3 പോയിന്റ്. ആർക്ക് വേണമെങ്കിലും കിടക്കാം. അതുകൊണ്ട് തന്നെ 4 പ്രൊഡിക്ഷൻ പറയുന്നത് ഞാൻ പറയുള്ളൂ. ഞാൻ പറയണെങ്കിൽ ബെൽജിയം സ്ലോവാക്കിയും കയറും. ബെൽജിയവും യുക്രൈനും ഇരിക്കട്ടെ. ഞാൻ പറയണേ ഇപ്പൊ 2 സെയിം കളേഴ്സ് ഓഫ് ഫ്ലാഗ് തന്നെ റൊമേനിയ ബെൽജിയം റൊമാനിയ കയറുന്ന പറയണേ. ഞാൻ ബെൽജിയം സ്ലോവാക്കിയ. പക്ഷെ ബെൽജിയം ഒട്ടും ഡിസേർവിംഗ് അല്ല. കളി പിന്നെയും കുഴപ്പമില്ല. ഞാൻ ഇന്നലെ ഒരു ട്രോള് ഉണ്ട്, കെവിൻ ഡി ബ്രൂയിനയുടെ മാഞ്ചസ്റ്റർ സിറ്റി ഫോട്ടോ വെച്ചിട്ട് കോച്ച് ചോദിക്കണ് എവിടെ പക്ഷെ ഇന്നലെ അവരുടെ 2 ലെജൻസ് തിരിച്ചു വന്നായിരുന്നു. ഇന്നലെ ലുക്കാക്കു ഒരു ഇതിട്ട് മറ്റവന് ഒരു ഗോൾ അടിച്ച്. ലുക്കാക്കു വേൾഡ് കപ്പിൽ ഒരു 3-4 ചാൻസ് കളഞ്ഞ് ക്വാളിഫൈയിൽ ഇതിലും കളഞ്ഞ് അതല്ലേ പറയണത്. വേൾഡ് കപ്പ് ക്വാളിഫൈസിൽ വേൾഡ് കപ്പിൽ തലയിൽ വെച്ചു കൊടുത്ത് എന്നിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഓപ്പൺ പോസ്റ്റ് ഗോൾ കയറി തല വെച്ച് കളഞ്ഞത്. അത് ഇറ്റലിയായിട്ടുള്ള കളിയിലായിരുന്നില്ലേ? നോക്കൌട്ടിലായിരുന്നു എന്തായാലും. അടുത്തത് നമ്മുടെ അണ്ണന്റെ ടീം ഗ്രൂപ്പിൽ പോർച്ചുഗലും തുർക്കിയും പോർച്ചുഗൽ എന്തായാലും ക്വാളിഫൈ ആയി. രണ്ടാമത് തുർക്കി കയറുള്ളൂ. തുർക്കി കയറാൻ തന്നെയുള്ള ചാൻസ്. ചെക്കിയുടെ കേസ് പറയാൻ പറ്റൂല. പക്ഷേ ആദ്യത്തെ കളി പോർച്ചുഗൽ പൊട്ടൂന്ന് ഞാൻ വിചാരിച്ചിട്ടാ. അല്ല അല്ലമ്പ് കളി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു റോബർട്ടോ മാർട്ടിനസ് വന്നിങ്ങനെ ആ ഒരു ഫോർമേഷൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 3-4-3 ഭയങ്കര ബുദ്ധിരാക്ഷസനായ ആവക രീതിയിലായിരുന്നു. പക്ഷെ അവിടെ ഫോർമേഷൻ വർക്കൗട്ട് ആയില്ല. അവിടെ കളി വന്നില്ല. പുള്ളിക്കാരൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ന്യൂനോ മെൻഡസ്, പെപ്പെ, റൂബൻ ഡിയാസിനെ വെച്ചൊരു ബാക്ക് ഇട്ടിട്ട് ക്യാൻസലോനെ ഒരു ഫ്രീ റോളോ അല്ലെ CDM പോലെ ഇട്ടത്. പക്ഷെ കളി വന്നില്ല എന്ന് പറഞ്ഞാൽ നല്ല ശോകം കളിയായിരുന്നു ആദ്യത്തെ കളി. ഒരു ബോൾ വേനുണ്ടായില്ല, ഒരു ത്രൂ പാസ് വേനുണ്ടായില്ല, ഒരു അറ്റാക്ക് വേനുണ്ടായില്ല. ചെക്ക് അടിച്ച് കഴിഞ്ഞപ്പോഴാണ് പോർച്ചുഗൽ ഒന്ന് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. അത് ആദ്യത്തെ ഗോൾ സെൽഫ് ഗോളാണ്, പോർച്ചുഗലായിട്ട് അടിച്ചിട്ടല്ല. രണ്ടാമത്തെ ഗോൾ ഡെത്തിൽ വന്നതാണ്. എനിക്കിപ്പോഴും പോർച്ചുഗലിന്റെ കളിയിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നുമില്ല. ഇപ്പോൾ ജർമ്മനി പറഞ്ഞ് സ്പെയിൻ പറഞ്ഞ് അവരുടെ അത്രയും അടിപൊളി കളി ഞാനൊരിക്കലും പറയൂല. കാരണം പോർച്ചുഗൽ ഇപ്പോഴും ഒരു നല്ല ടീമിനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു വിശ്വാസമില്ല അവർക്ക് തിരിച്ചടിക്കാൻ പറ്റുമെന്ന്. പക്ഷേ തുർക്കിയായിട്ടുള്ള കളിയിൽ ഫോർമേഷൻ മാറ്റി പഴയതുപോലെ 4-3-3 ആക്കി ഒരു ഫ്ലോ ഉണ്ടായി. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ പല കോച്ചുകൾ മാറി. ഇപ്പോൾ ഇതിനു മുമ്പ് ഫെർണാണ്ടോ സാന്റോസ് ആയിരുന്നു, അതിനു മുമ്പ് ബെറ്റോ വന്ന്, പക്ഷെ അതിനു മുമ്പ് സ്കൊളാരി ആയിരുന്നു. ഇത്രയും കോച്ചസ് വന്നിട്ടും എനിക്ക് ഇതുവരെ കോച്ച് മാറിയൊരു ഡിഫറൻസ് തോന്നിയിട്ടില്ല. ഒരേപോലെ എപ്പോഴും കളിക്കണം. മാർട്ടിനസ് വന്നത് 3-4-3 ഇട്ട് ഫോർമേഷനൊക്കെ മാറ്റി കളിപ്പിച്ചെങ്കിലും ഇപ്പോഴും ഒരേ ഫ്ലോയിൽ ഒരേ ഫോർമേഷനിൽ ഒരേ രീതിയിലാണ് കളിക്കണം. ആകെപ്പാടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറേ പേര് സെൽഫിഷ് കളിക്കുന്നുണ്ട്, ടീം കോർഡിനേഷനിലുണ്ട്. പ്രത്യേകിച്ച് ബ്രൂണോ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ജാവ ക്യാൻസലോൻ ഒരു മെയിൻ കളി വരുമ്പോൾ ജാവ ക്യാൻസലോ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് ടീം പൊട്ടുന്നുള്ള പേടി എനിക്കുണ്ട്. ഇപ്പോൾ നല്ല രീതിയിലുണ്ട്. ഒരു പോർച്ചുഗൽ ആരാധകൻ എന്ന രീതിയിൽ എനിക്കിപ്പോൾ പേടി എന്ന് പറഞ്ഞാൽ ആ ടീമിൽ കോർഡിനേഷൻ ഇല്ല, സെൽഫിഷ് കളിക്കുന്ന കുറേ കളിക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ടീം തോക്കണമെങ്കിൽ അതിനൊരു റീസൺ ജാവ ക്യാൻസൽ ആവാൻ എനിക്ക് തോന്നണം. റൊണാൾഡോ അല്ല ക്യാൻസലോ. ക്യാൻസൽ ക്രിസ്ത്യാനോ 2 കളിയുടെ കലക്കം പ്ലേ മേക്കിംഗ് ആണ്. ഗോൾ അടിക്കാനല്ല അടിപ്പിക്കാനാണ് നോക്കണം ക്രിസ്ത്യാനോ. നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻഡിവിജ്വൽ വിചാരിച്ച ഒരു ടീം തോക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം തുർക്കിയായിട്ടുള്ള കളി കണ്ടാ മനസ്സിലായി. ചെക്കായിട്ടുള്ള കളി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് ക്യാൻസലോടെ കളി ശരിയല്ല, ക്യാൻസലോ ബോൾ ഇടണില്ല,
ക്യാൻസൽ ഒറ്റക്ക് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വരെ നോക്കണ്ട ഒരു വിങ് ബാക്ക് ആയിട്ടുള്ള രീതിയിൽ അടിക്കുന്ന കളിക്കാരനും ആണല്ലോ ആണ്. പക്ഷേ ബോക്സിന്റെ അകത്ത് ഇത്രയും ഫിനിഷേഴ്സ് കിടക്കുമ്പോൾ അയാൾക്ക് ഇട്ടാ പോലെ ഒരു വിങ് ബാക്കിന്റെ ഡ്യൂട്ടി എന്താ, പാസ് ദ ബോൾ ടു ദ ബോക്സ് ചെയ്യണില്ല. അയാളെ സ്വയം ഉണ്ടാക്കാൻ നോക്കണം. ഇന്നലെ തന്നെ എത്ര ബോൾ കിട്ടി, ഒരു പാസ് ഇടണില്ല. വേറെ പ്ലേസിന്റെ ഉണ്ട്, അതാണ് വിറ്റ്. വേറെ പ്ലേസിന്റെ ഉണ്ട് ക്രിസ്ത്യാനോ ഇടാത്ത. ഇതിന്റെ അത് വേറെ എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടാന്ന് പറഞ്ഞൂടാ. ബ്രൂണോന് കിട്ടി, ബ്രൂണോ ഇട്ടല്ല. ചിലപ്പോ അതുകൊണ്ടൊക്കെ ഉണ്ടായിരിക്കും ക്രിസ്ത്യാനോ സ്വയം ഒരു ചാൻസ് കിട്ടിയപ്പോ ബ്രൂണോന് പാസ് ഇട്ട് ടീമിൽ ഒന്നും കൂടി കോർഡിനേഷൻ കൊണ്ടുവരാൻ നോക്കിയത്. അതാർക്കറിയാം. ഇതൊക്കെ പറഞ്ഞപ്പോൾ 2018 ഈ സെയിം സാധനമായിരുന്നു അർജന്റീന ടീമിന്റെ അവസ്ഥ. ഈ പറഞ്ഞിട്ട് പ്രീ ക്വാർട്ടർ കാണാം, മെസ്സി ഇപ്പോഴും പറഞ്ഞു, മെസ്സി ഇപ്പോൾ പറഞ്ഞ തലക്കിനെ കൈ കൊടുത്ത. കാരണം അത്ര ടെൻഷൻ, കാരണം അമ്മാതിരി ടീമാണ്, ഇവന് അറിയാത്ത പ്ലേസ് വരെയായിരുന്നു. പക്ഷെ 2020 കോപ്പ ഒരു ടീം ഇറക്കി, സ്കലോണിനെ ഇറക്കി, പുതിയ പിള്ളേര് വന്നു. ബട്ട് തോറ്റു, സെമി കയറി മറ്റേ റണ്ണറപ്പ് തേർഡ്. അന്ന് മെസ്സി തോറ്റപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്, ഈ ടീമിൽ ഈ പിള്ളേരെ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ആ ടീം ഇപ്പോ വേൾഡ് കപ്പ് ബെസ്റ്റ് ടീമായി കോപ്പ അടിച്ച് ഫൈനൽസും അടിച്ചു. ഇതിനൊറ്റ കാരണം ഇതിലെല്ലാ പ്ലേയേഴ്സും ആത്മാർത്ഥമായി പറഞ്ഞത് മെസ്സിക്ക് വേണ്ടി ട്രോഫി എടുത്തു, മെസ്സിക്ക് വേണ്ടി കളിക്കുന്നില്ല, മെസ്സിക്ക് വേണ്ടി മരിക്കും എന്ന് പറഞ്ഞു. അത്രയും ആത്മാർത്ഥമായിട്ടാണ് അവർ കളിച്ചത്. ഇനിയും കളിക്കുന്നത്. ഇനി ഒന്ന് പറഞ്ഞാൽ മെസ്സിക്ക് ഇനി നേടാനില്ല. ഇനി ആകെ പറയാനുള്ളത് ഒന്ന്, ഇത് ജയിച്ച നല്ലൊരു റിട്ടയർമെന്റ്, അത്രേ ഉള്ളൂ. ജയിച്ചില്ലെങ്കിൽ ഒന്നുമില്ല, കാരണം അത് ജയിച്ച കുറച്ചുകൂടി നല്ലൊരു റിട്ടയർമെന്റ്. പക്ഷേ ക്രിസ്ത്യാനോനെ സംബന്ധിച്ച് തെളിയിക്കണമെന്നുള്ള ഒരു ഇതുണ്ട്. അതുണ്ട്. അതിപ്പോ ഈവൻ ഒരു ബോൾ മിസ്സായാലും ഒരു പന്ത് പുറത്തടിച്ച പുള്ളിയുടെ വാശിയും ഇത് നമുക്കറിയാവുന്നതാണ്. അല്ല ലാസ്റ്റ് ക്രിസ്ത്യാനോ കപ്പടിച്ചിട്ട് കുറെ കാലമായി, 16 അല്ലേ? വളരെ കാലമായിട്ട് ട്രോഫി ഇല്ലാണ്ട് കിടക്കണേ. അപ്പൊ ആരാധകർക്ക് വേണ്ടി ഒരു ബെസ്റ്റ് മാച്ച് എന്നുള്ള ഓപ്ഷൻ വരാണെങ്കിൽ ഫൈനലിസം, യൂറോ കപ്പ് പോർച്ചുഗൽ അടിക്കുന്ന, അത് കഴിഞ്ഞ അടുത്ത കൊല്ലം ഫൈനലിസം വരും, പോർച്ചുഗലും അർജന്റീന. അതൊക്കെ വേറെ ലെവലല്ലേ? എനിക്ക് തോന്നുന്നത് 2008 അല്ലല്ലോ, വേറെ വന്നിട്ടുണ്ട്, റയലായിട്ട് വന്നിട്ടുള്ളൂ എൽ ക്ലാസിക്കോ. ഇന്റർനാഷണൽ വന്നത് എനിക്ക് ലാസ്റ്റ് ആണ് അർജന്റീനയും പോർച്ചുഗലും. അതൊരു 1.5 കളിയായിരിക്കും. നീ പറഞ്ഞപ്പോ തന്നെ ഏതൊരു ഫുട്ബോൾ പ്രേമി എന്താ പറയാ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സി ക്രിസ്ത്യാനോ ഒരു ഫൈറ്റും ഡിബേറ്റ് എപ്പോഴും നടക്കും. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളുണ്ട്. പക്ഷെ എല്ലാ ഫുട്ബോൾ ഫാൻസും ഒരേപോലെ ഇവിടെ രണ്ടുപേരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്, എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു നല്ല ആഗ്രഹം ഉണ്ടാവും മെസ്സി ക്രിസ്ത്യാനോ ഒരു ഫൈനൽ കളിക്കുക. വേറൊന്നും വേണ്ട, രണ്ടുപേരും ആ ഗ്രൗണ്ടിൽ കൂടി ഇറങ്ങി വന്നിട്ട് ക്യാപ്റ്റനെ പോലെ അങ്ങോട്ട് കണ്ടിട്ട് ആംബാറ്റ് കൊടുക്കുന്ന സീൻ തന്നെ ഉണ്ടല്ലോ. ആലോചിക്കുമ്പോൾ ഒരു കൂരിത്തിരിപ്പാണ്. ലാസ്റ്റ് കളി തന്നെ ക്രിസ്ത്യാനോ മെസ്സിയും കൂടി ഒരുമിച്ച് കൈ കൊടുത്ത് റഫറി കൊടുത്തിട്ട് ലാസ്റ്റ് രണ്ടുപേരും ഒരുമിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഒരു കൂരിത്തിരിപ്പ്. മെസ്സിയും ക്രിസ്ത്യാനോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കണ് അതിനിടെ പോർച്ചുഗലിന്റെ ജേഴ്സിയിൽ. വേറെ ഒന്നും വേണ്ട, ഒരു ഫുട്ബോൾ ആരാധനെ സംബന്ധിച്ച് സ്വർഗമാണ്. എന്നിട്ട് മോസ്റ്റ് ലൈക്ക്ഡ് വന്ന് ആഗ്രഹങ്ങളാണ്. പക്ഷേ എനിക്ക് യൂറോയില് പോർച്ചുഗലിൽ കിട്ടരുത്. പിന്നെ ഫൈനലില് എനിക്ക് ജർമ്മനിനെ കിട്ടണം. 2014 കട ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞാൻ 2020 ശേഷമുള്ള കടങ്ങൾ തീർത്തു. ഒന്ന് പക്ഷേ ജർമ്മനി താങ്ങൂല, ഫ്രാൻസ് ആയിരുന്നു. ഫ്രാൻസിന് കൊടുക്കാനുള്ളത് കൊടുത്ത്. പിന്നെ ഉണ്ടായത് ഞങ്ങളെ തോപ്പിച്ച ബ്രസീലിനും കൊടുത്ത്. ഇനി വേണ്ടത് 2014 തോപ്പിച്ച ജർമ്മനിനെ. അത് യൂറോ അടിക്കണം. യൂറോ അടിച്ച് അർജന്റീന കോപ്പ അടിച്ച് ഫൈനലിൽ അതും കൂടി. അല്ല, യൂറോ അടിക്കാൻ എനിക്ക് തോന്നണം ഈ കളി വെച്ച് അടിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ടീമാണ് ജർമ്മനി. ഇപ്പൊ പറഞ്ഞിട്ട് ഒന്ന് ജർമ്മനി അല്ലെങ്കിൽ പോർച്ചുഗൽ, അവർ ജയിക്കട്ടെ, എന്നിട്ട് ഫൈനലിസിമേ കിട്ടണം. പക്ഷേ നമ്മിപ്പോ എപ്പോഴും ജർമ്മനി പോർച്ചുഗൽ എന്ന് പറയാനുള്ളത്. ഫ്രാൻസ് വെറുമേനായിട്ട് ടീമാണ്. ഗ്രൂപ്പിൽ ചിലപ്പോ ഭയങ്കര അലമ്പ് കളി കളിച്ചാലുണ്ടല്ലോ, ഏത് സമയത്ത് ഒരു കളി മാറ്റണമെന്ന് പറയാൻ പറ്റൂല. ഗ്രൂപ്പിൽ മാത്രല്ല ലാസ്റ്റത്തെ ചിലപ്പോ ഒരു 20 മിനിറ്റ് ആയിരിക്കും കളിക്കുന്നത്. എനിക്ക് ഫ്രാൻസ് ഇംഗ്ലണ്ടിന് എനിക്ക് വലിയ പേടിയൊന്നുമില്ല. അത് ഇത്രയേ ഉള്ളൂ ഇപ്പൊ എല്ലാവർക്കും അറിയാം വർഷങ്ങളായിട്ട്. പക്ഷെ ഫ്രാൻസിനെ ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് മീറ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ അതേപോലെ തന്നെ സ്പെയിൻ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിൻ ഒരു ഫോർവേഡും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നീക്കോ വില്യംസും യാമാലും ഒരു രക്ഷയില്ല. ഒന്നും പറയാനില്ല ആ പിള്ളേരെ. 16 വയസ്സുള്ള യമാലിന് ചെറിയൊരു മെസ്സിയുടെ ഒരു ഫ്ലോ ഉണ്ട്.
ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റൂല. മുസിയാലക്കും ഉണ്ട് കുറച്ചുകൂടി രസമുണ്ട് കാണാനായിട്ട്. ഞാൻ പ്രായത്തിന്റെ ആയിരിക്കും കുറച്ചും കൂടി കഴിയുമ്പോ ഒന്ന് സെറ്റ് ആവുമായിരിക്കും. എക്സ്പീരിയൻസ് ഇല്ലല്ലടാ, ഫസ്റ്റ് സ്റ്റേജ് ആണല്ലോ, ഫസ്റ്റ് യൂറോ. ഇപ്പൊ റെഡിയായി വരും. അല്ല ഇതിപ്പോ എല്ലാരും പറഞ്ഞത് എംബാപ്പെ എന്താണ് ടോപ്പ് സ്കോർ ആയിരിക്കും, ഹാരി കെയ്ൻ ആയിരിക്കും എന്നാണ്. പക്ഷെ ഇതുവരെ കണ്ടതിൽ വെച്ച് ഓൺ ഗോളാണ് ടോപ്പ് സ്കോർ. പോർച്ചുഗലും തുർക്കിയും കളിയില്ല, ഓൺ ഗോളാണ് ചിരിച്ചിട്ടുണ്ടല്ലോ. അതെന്താണല്ലേ, ഒന്നും പറയാനില്ല. ഇല്ല 2 ഗോള് ഇവനുണ്ട് തോന്നുന്നുണ്ടല്ലോ മൂസിയാലേക്ക്. 2 ഉണ്ട്. എനിക്ക് തോന്നുന്നു മൂസിയാലേനെ അടിക്കും തോന്നുന്നുണ്ട്. അല്ല റെഡ്സ് നല്ല കളിയാണ്ടാ ജർമ്മനിയുടെ. പിന്നെ പറയാൻ പറ്റില്ല, നോക്കൗട്ട് ആകുമ്പോഴായിരിക്കും ചില പ്ലേയേഴ്സ് ഒക്കെ പൊക്കണത്. 2 ഒറ്റകളിൽ മാറും. ഹാട്രിക് ഒന്നും ഇതുവരെ ആരും അടിച്ചല്ല. ഇത്തവണ ഏറ്റവും കൂടുതൽ ഔട്ട്സൈഡ് ഗോൾ ഇത്തവണല്ലേ വന്നത്. ഔട്ട്സൈഡ് ദ ബോക്സ് ബ്രൂണോ കൊറേ അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എല്ലാം അപ്പുറത്തോട്ട് പോണിയാണ്. ഇംഗ്ലണ്ടിലാണെങ്കിലും പ്ലേയേഴ്സ് അടിക്കുന്നുണ്ട്, പക്ഷെ നോക്കാം കണ്ടറിയാം. നീ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും. നല്ലൊരു എൻഡിങ് വരട്ടെ. അപ്പോ ഈ ആഴ്ചത്തെ ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ വൈ ഡോണ്ട് വി വൈൻഡ് അപ്പ്? Wind up. See you in next video. Next week. Bye.